SCERT ബേസിക് സയൻസ് പാഠഭാഗം എന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ഓഡിയോയിൽ 9ാം ക്ലാസ്സിലെ 1ാം ചാപ്റ്ററായ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസം അറിയപ്പെടുന്നത് ആഗോളതാപനം. ആഗോളതാപനത്തിൻ്റെ പ്രധാന കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത്. ആഗോളതാപനത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നത് സസ്യങ്ങൾ. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തതിന് കാരണം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ പുറന്തള്ളുന്നതിനാൽ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തതിന് കാരണം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതിനാൽ. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്ന സസ്യങ്ങളിൽ നടക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധാതു ലവണങ്ങൾ, ജലം, സൂര്യപ്രകാശം, ഹരിതകം. ഏതൊക്കെയാണ്? ധാതു ലവണങ്ങൾ, ജലം, സൂര്യപ്രകാശം, ഹരിതകം. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകം. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണത്തിൽ. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതകണങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഹരിതകണത്തിലെ ഭാഗം ഗ്രാന. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഹരിതകണത്തിലെ ഭാഗം ഗ്രാന. ഗ്രാനയിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങൾ ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ. ഗ്രാനയിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം ഹരിതകം എ. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകമാണ് ഹരിതകം എ. പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്ന ഗ്രാനയിലെ മറ്റു വർണ്ണകങ്ങൾ അറിയപ്പെടുന്നത് സഹായക വർണ്ണകങ്ങൾ. പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്ന ഗ്രാനയിലെ മറ്റു വർണ്ണകങ്ങൾ അറിയപ്പെടുന്നത് സഹായക വർണ്ണകങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലെത്തുന്ന മാർഗം സൊമാറ്റയിലൂടെ. കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലെത്തുന്നത് സൊമാറ്റയിലൂടെയാണ്. ജലം ഇലകളിലെത്തുന്നത് സൈലത്തിലൂടെയാണ്. പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. ഇരുണ്ട ഘട്ടത്തിൻ്റെ ചാക്രിക രാസപ്രവർത്തനത്തിൻ്റെ മറ്റൊരു പേരാണ് കാൽവിൻ ചക്രം. കാൽവിൻ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് മെൽവിൻ കാൽവിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1961. പ്രകാശഘട്ടം ഗ്രാനയാണ്, ഇരുണ്ട ഘട്ടം സ്ട്രോമ. പ്രകാശഘട്ടം ഗ്രാന, ഇരുണ്ട ഘട്ടം സ്ട്രോമ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ രാസപ്രവർത്തനം വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറുന്നു. വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറുന്നു. ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ സംഭരിക്കാനാവില്ല. സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ ഇലകളിൽ സംഭരിക്കുന്ന രൂപം ഏതാണ്? ആലേയമായ അന്നജ രൂപം. സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ ഇലകളിൽ സംഭരിക്കുന്നത് ആലേയമായ അന്നജ രൂപത്തിലാണ്. അലേയമായ അന്നജ രൂപം. ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സായും വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് അന്നജം.
കോശത്തിൻ്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കോശത്തിൻ്റെ ഊർജ നാണയമാണ് ATP. ഊർജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP. രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം. രാസസംശ്ലേഷണത്തെ ആശ്രയിക്കുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ. രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? രാസസംശ്ലേഷണം. രാസസംശ്ലേഷണത്തെ ആശ്രയിക്കുന്ന ജീവികളാണ് കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയകൾ. അന്തരീക്ഷത്തിലെ ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജൻ പ്രദാനം ചെയ്യപ്പെടുന്നത് എന്താണ്? സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 മുതൽ 80% വരെയുള്ള ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത്. രാസസംശ്ലേഷണത്തിന് ആശ്രയിക്കുന്ന ജീവികൾക്ക് ഉദാഹരണം ഏതാണ്? കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗ ഏതാണ്? സർഗാസം. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗയാണ് സർഗാസം. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. സമുദ്രജലത്തിനു മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ് ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകൾ. സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണം എന്താണ്? ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകൾ. സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ് ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകൾ. ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവും സ്വാഭാവികവുമായ വായു ശുദ്ധീകരണ സംവിധാനമാണ് സസ്യങ്ങൾ. ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവും സ്വാഭാവികവുമായ വായു ശുദ്ധീകരണ സംവിധാനമാണ് സസ്യങ്ങൾ. സുനാമിയെ ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നത് കണ്ടൽ വനങ്ങൾ. കണ്ടൽ വനങ്ങൾ കൂടാതെ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്ന മറ്റ് സസ്യങ്ങൾ ഏതൊക്കെയാണ്? മുളങ്കാടുകൾ, ആറ്റുദർഭ, രാമച്ചം, ഇഞ്ചിപ്പുല്ല് എന്നിവ. ഏതൊക്കെയാണ്? മുളങ്കാടുകൾ, ആറ്റുദർഭ, രാമച്ചം, ഇഞ്ചിപ്പുല്ല്. ഇത്രയും ക്വസ്റ്റ്യനാണ് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.